അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1315, സൂറത്തു തൗബ 109 മുതൽ 111 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അഫമൻ അസ്സസ ബുനിയാനഹു അലാ തഖ്വാ മിനല്ലാഹി വറിദ്വാനിൻ ഖൈറുൻ അമ്മൻ അസ്സസ ബുനിയാനഹു അലാ ശഫാ ജുറുഫ് أمن أسس بنيانه على شفا جرف هار فانهار به في نار جهنم والله لا يهدي القوم الظالمين لا يزال بنيانهم الذي بنوا ريبة في قلوبهم إلا أن تقطع قلوبهم والله عليم حكيم إن الله اشترى من المؤمنين أنفسهم وأموالهم بأن لهم الجنة يقاتلون في سبيل الله فيقتلون ويقتلون وعدا عليه حقا في التوراة والإنجيل والقرآن ومن أوفى بعهده من الله فاستبشروا ببيعكم الذي بايعتم به وذلك هو الفوز العظيم. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. أفمن أسس بنيانه على تقوى من الله. അല്ലാഹുവിൽ നിന്നുള്ള ഭക്തിയുടെ മേലിൽ തന്റെ കെട്ടിടത്തിന് അസ്ഥിവാരമിട്ടവനാണോ, വറിദ്വാനിൻ അല്ലാഹു എന്നുള്ള പൊരുത്തത്തിന്റെ മേലിലും അസ്ഥിവാരമിട്ടവനാണോ, ഖൈറുൻ ഉത്തമൻ, അമ്മൻ അസ്സസ ബുനിയാനഹു അതോ തന്റെ കെട്ടിടത്തിന് തറക്കല്ലിട്ടവനാണോ ഉത്തമൻ, അലാ ശഫാ ജുറുഫിൻ ഹാരിൻ പൊളിഞ്ഞു വീഴാൻ പോകുന്ന ഒരു മണൽത്തിട്ടയുടെ വക്കത്ത്, ഒരു പൊളിഞ്ഞു വീഴാൻ പോകുന്ന ഒരു മണൽത്തിട്ടയുടെ തിണ്ടിന്റെ വക്കത്ത് തന്റെ കെട്ടിടത്തിന് തറക്കല്ലിട്ടവനാണോ ഉത്തമൻ, ഫൻഹാറ ബിഹി ഫീനാരി ജഹന്നം അങ്ങനെ അവനെയും കൊണ്ട് ആ മണൽത്തിട്ട നരകത്തിലേക്ക് പൊളിഞ്ഞു വീഴുന്നു, അങ്ങനെയുള്ളവനാണോ ഉത്തമൻ? ആരാണ് ഉത്തമൻ എന്ന് ചോദിച്ചാൽ ഭക്തിയുടെ മേലിൽ തന്റെ കെട്ടിടത്തിന് തറക്കല്ലിട്ടവൻ തന്നെ എന്നാണ് ഉത്തരം. വല്ലാഹു അലീമുൻ ഹക്കീം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനും യുക്തിയുക്തം പ്രവർത്തിക്കുന്നവനുമാകുന്നു. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ അക്രമികളായ സമൂഹത്തെ അല്ലാഹു സന്മാർഗത്തിലാക്കുകയില്ല. ലാ യസാലു ബുനിയാനുഹും അല്ലദീ ബനൗ അവർ നിർമ്മിച്ച അവരുടെ കെട്ടിടം അതായിക്കൊണ്ടേയിരിക്കും, രീബതൻ ഫീ ഖുലൂബിഹിം അവരുടെ ഹൃദയത്തിൽ ഒരുതരം ആശങ്ക ആയിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ഒരുതരം സംശയമായിക്കൊണ്ടേയിരിക്കും. ഇല്ലാ അൻ തഖത്തഅ ഖുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ കഷ്ണം കഷ്ണമായി തീർന്നാലല്ലാതെ, അഥവാ അവർ മരിച്ചുപോയാലല്ലാതെ, അതുവരെയും ആ കെട്ടിടം അവർക്കൊരു വലിയ ആശങ്കയായി നിലനിൽക്കും. വല്ലാഹു അലീമുൻ ഹക്കീം. അല്ലാഹു തആല എല്ലാം അറിയുന്നവനും യുക്തിയുക്തം പ്രവർത്തിക്കുന്നവനുമാകുന്നു. ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീൻ നിശ്ചയം സത്യവിശ്വാസികളിൽ നിന്ന് അല്ലാഹു തആല വിലക്ക് വാങ്ങിയിരിക്കുന്നു. അൻഫുസഹും വ അംവാലഹും അവരുടെ ശരീരങ്ങളെയും സമ്പത്തിനെയും, ബി അന്ന ലഹുമുൽ ജന്ന അവർക്ക് അല്ലാഹു തആല സ്വർഗം പകരം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വിലക്ക് വാങ്ങിയിരിക്കുന്നു. യുഖാത്തിലൂന ഫീ സബീലില്ലാഹ് അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ പൊരുതും, ഫയഖ്തുലൂൻ അങ്ങനെ അവർ ധർമ്മ വിരോധികളെ കൊന്നുകളയും, വയുഖ്തലൂൻ ധർമ്മവിരോധികളാൽ അവർ കൊല്ലപ്പെടുകയും ചെയ്യും. അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം പകരം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ സമ്പത്തും ശരീരവും അല്ലാഹു വാങ്ങിയിരിക്കുന്നു. സ്വർഗം പകരം കൊടുക്കാമെന്ന് പറഞ്ഞത് വഅദൻ അലൈഹി അല്ലാഹുവിന്റെ ഒരു വാഗ്ദാനമാണ്, ഹഖൻ സത്യസന്ധമായിട്ടുള്ള വാഗ്ദാനമാണ്. ഫി തൗറാത്തി തൗറാത്തിലും വൽ ഇൻജീലി ഇൻജീലിലും വൽ ഖുർആനി ഖുർആനിലുമുള്ള വാഗ്ദാനമാണ്. വമൻ ഔഫാ ബി അഹദിഹി മിനല്ലാഹ് തന്റെ വാഗ്ദാനം പാലിക്കുന്നവർ അല്ലാഹുവിനേക്കാൾ വാഗ്ദാനം പാലിക്കുന്നവരായിട്ട് ആരാണുള്ളത്? ആരുമില്ല. ഏറ്റവും കൂടുതൽ വാക്ക് പാലിക്കുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ സമ്പത്തും ശരീരവും ചെലവഴിക്കാൻ തയ്യാറുണ്ട് എന്ന് പറഞ്ഞവർക്ക് സ്വർഗം പകരം കൊടുക്കാമെന്ന പടച്ച തമ്പുരാന്റെ പ്രോമിസ് അതവൻ നടപ്പാക്കുക തന്നെ ചെയ്യും. ഫസ്തബ്ശിറൂ ബിബൈഇകുമുല്ലദീ ബായഅതും ബിഹി അതുകൊണ്ട് നിങ്ങൾ ചെയ്ത കച്ചവടം, ആ കച്ചവടം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക.
വദാലിക ഹുവൽ ഫൗസുൽ അലീം, അതത്രേ മഹത്തായ വിജയം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. കഴിഞ്ഞ സൂക്തങ്ങളിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനും സത്യനിഷേധത്തിന്റെ സ്വഭാവം പ്രകടമാക്കാനും അതുപോലെ ശത്രുക്കൾക്ക് താവളമൊരുക്കാനും വെറുതെ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കാനും വേണ്ടി പള്ളി നിർമ്മിച്ച ആളുകളുടെ കുതന്ത്രത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിച്ചല്ലോ. ആ കുതന്ത്രം നടത്തിയ ആളുകൾ ഒരു ഭാഗത്ത്, അതേസമയത്ത് അള്ളാഹുവിന്റെ ഭക്തിയും അതേപോലെ പടച്ചതമ്പുരാന്റെ പൊരുത്തവും പ്രതീക്ഷിച്ച് അള്ളാഹുവിന്റെ വിശ്വാസികളായ അടിമകൾക്ക് ശരിയാവണ്ണം നിസ്കാരം നിർവഹിക്കാനും സത്യത്തിന്റെയും സനാതന മൂല്യങ്ങളുടെ സംരക്ഷണത്തിന്റെയും ഒരു കേന്ദ്രമായി നിലനിൽക്കാനും സമാധാനം, നാട്ടിൽ സ്വസ്ഥമായ ജീവിതം ഒക്കെ ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനുമൊക്കെയായി മസ്ജിദ് ഖുബാ എന്ന പള്ളി ഉണ്ടാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതേസമയത്ത് കുഴപ്പത്തിനു വേണ്ടിയും ഭിന്നിപ്പിനു വേണ്ടിയും കുശുമ്പും കുഴപ്പങ്ങളും സമൂഹത്തിൽ വ്യാപകമാക്കാനും നിഷേധികൾക്ക് താവളമൊരുക്കാനും പള്ളി ഉണ്ടാക്കി മുനാഫിഖുകൾ. അപ്പൊ ഈ രണ്ടു കൂട്ടരുടെയും അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ഉദാഹരണ സഹിതം ഇവിടെ വിവരിക്കുകയാണ്. എന്ത്? അഫമൻ അസ്സസ ബുനിയാനഹു അലാ തഖ്വാ മിനല്ലാഹി വറിദ്വാൻ, അല്ലാഹുവിൽ നിന്നുള്ള ഭക്തിയുടെ മേലിലും അതോടൊപ്പം തന്നെ അല്ലാഹുവിനുള്ള പൊരുത്തത്തിന്റെ മേലിലും, അഥവാ പടച്ചതമ്പുരാന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണം, അവന്റെ ഇഷ്ടം കരസ്ഥമാക്കണം എന്ന രണ്ടു ലക്ഷ്യത്തോടുകൂടെ പള്ളി നിർമ്മാണം നടത്തിയിട്ടുള്ള, കെട്ടിടം നിർമ്മിച്ചിട്ടുള്ള, അതിന് തറക്കല്ലിട്ടുള്ള ആള് ഖൈറുൻ, അദ്ദേഹമാണോ ഉത്തമൻ? അതല്ല അമ്മൻ അസ്സസ ബുനിയാനഹു, തന്റെ കെട്ടിടത്തിന് തറക്കല്ലിട്ടവനാണോ ഉത്തമൻ? എവിടെ തറക്കല്ലിട്ടു? അലാ ശഫാ ജുറുഫിൻ ഹാരിൻ, പൊളിഞ്ഞു വീഴാൻ പോകുന്ന ഒരു മണൽത്തിട്ടയുടെ വക്കത്ത്. അലാ ശഫാ ജുറുഫിൻ ഹാരിൻ, പൊളിഞ്ഞു വീഴാൻ പോകുന്ന ഒരു മണൽത്തിട്ടയുടെ വക്കത്ത്. ഇവിടെ ഈ ജുറുഫുൻ ഹാർ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണം, നമ്മളൊരു പുഴയുടെ സൈഡ്, ആ പുഴയുടെ സൈഡ് ഇങ്ങനെ മണ്ണും മണലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഭാഗം നന്നായിട്ട് വെള്ളത്തിന്റെ കുത്തൊഴുക്കുണ്ടായാൽ എന്താവും? അടിയിൽ നിന്ന് മണ്ണ് അല്ലെങ്കിൽ മണലൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു പോയാൽ പതുക്കെ പതുക്കെ ഈ കര ഇടിഞ്ഞു വീഴും. അങ്ങനെയാണല്ലോ ചെറിയ ചെറിയ തോടുകളൊക്കെ പിന്നീട് വലിയ പുഴകളായി മാറുന്ന അവസ്ഥ. അതെങ്ങനെ വെച്ചാൽ വക്ക് ഇടിഞ്ഞിട്ടാണ് അല്ലേ? അപ്പൊ അങ്ങനെ ഇടിഞ്ഞു വീഴാറായ, പൊളിഞ്ഞു വീഴാറായ ഒരു മണൽത്തിട്ടയുടെ വക്കത്ത് തന്റെ കെട്ടിടം നിർമ്മിച്ചവൻ അവനാണോ ഉത്തമൻ? അങ്ങനെ താൻ അവിടെ പൊളിഞ്ഞു വീഴാറായ ഒരു മണൽത്തിട്ടയുടെ വക്കത്ത് കെട്ടിടം നിർമ്മിച്ചു ഫൻഹാറ ബിഹി ഫീ നാരി ജഹന്നം, ആ കെട്ടിടം അവനെയും കൊണ്ട് നരകത്തിലേക്ക് ആപ്പതിച്ചു, നരകത്തിലേക്ക് എന്ത് ചെയ്തു? പൊളിഞ്ഞു വീണു. അങ്ങനത്തെവനാണോ ഉത്തമൻ? ആർക്കും മനസ്സിലാവും അവൻ ഉത്തമനല്ല. കാരണം എന്താ? അവൻ തന്റെ കെട്ടിടം നിർമ്മിച്ചത് തീരെ ഉറപ്പില്ലാത്ത തറയുടെ മേലെയാണ്. കെട്ടിട നിർമ്മാണത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള സംഗതിയാണ് എന്ത്? നല്ല ഉറപ്പുള്ള മസ്ബൂത്തായ തറ. അപ്പൊ തഖ്വയുടെ മേലിൽ അസ്ഥിവാരമിടപ്പെടുകയും പടച്ചവന്റെ പൊരുത്തം എന്ന പർപ്പസ് അത് മുന്നിൽ വെച്ചുകൊണ്ട് പള്ളി നിർമ്മാണം നടത്തുകയും ചെയ്ത ആള് അദ്ദേഹം ഉത്തമനാണ്. കാരണം എന്താ? നല്ല ഉറപ്പുള്ള തറമ്മൽ കെട്ടിടം ഉണ്ടാക്കിയ ആളെ പോലെ ആ കെട്ടിടം പൊളിഞ്ഞു വീഴൂല. കാരണം നല്ല സതുദ്ദേശപരമായിട്ടുള്ള മാതൃകായോഗ്യമായിട്ടുള്ള ഒരു ലക്ഷ്യമാണ് അവരുടെ കെട്ടിട നിർമ്മാണത്തിന്റെ പിന്നിൽ. ഖുബാ പള്ളി നിർമ്മിച്ചവർ ഉത്തമന്മാരാണ്. അതേസമയത്ത് പൊളിഞ്ഞു വീഴാറായ മണൽത്തിട്ടയുടെ മേലെ കെട്ടിടമുണ്ടാക്കി ആ കെട്ടിടം തകർന്നടിഞ്ഞ് നരകത്തിലേക്ക് വീഴുന്നവൻ അവൻ അങ്ങേയറ്റം അധമനാണ്. അപ്പൊ രണ്ടു കൂട്ടരും സമമല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരു ഉദാഹരണത്തിലൂടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഈ ഉപമ കപടന്മാരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല ഒരു ഉപമയായിട്ട് പറഞ്ഞതാണ്. കപടന്മാർക്ക് വിശ്വാസമല്ല. ശക്തിയായി വെള്ളം കുത്തിയൊഴുകുന്ന ഒരു ചാലിന്റെ രണ്ട് കരയുടെയും തിണ്ട് കുതിർന്ന് വീണുകൊണ്ടിരിക്കുമല്ലോ. ചിലപ്പോൾ അടിഭാഗത്ത് നിന്ന് മണ്ണ് നീങ്ങി മേൽപ്പുറം വെള്ളത്തിൽ നിന്ന് പൊങ്ങി നിൽക്കുന്നുണ്ടാകും. ഇതിന്റെ തിണ്ടിൽ അഥവാ ഇതിന്റെ വക്കത്ത് ഉണ്ടാകുന്ന ഒരു കെട്ടിടത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ആ കെട്ടിടം ഏതു സമയത്തും ശക്തമായൊരു വെള്ളത്തിന്റെ കുത്തൊഴുക്കുണ്ടായാൽ അതിൽ തകർന്നു വീഴാവുന്നതേയുള്ളൂ. ഇതുപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ചു എന്ന് കപടന്മാർ പറയുന്നു വാചകത്തിൽ. പക്ഷെ അവർക്ക് ഉള്ളിൽ ഇല്ല, വിശ്വാസത്തിന്റെ വിശുദ്ധി അല്പം പോലും അവരെ സ്വാധീനിക്കുന്നില്ല. ഹൃദയത്തെ വിശ്വാസത്തിലേക്ക് നയിക്കേണ്ട നല്ല ചിന്തകൾ ഓരോ നിമിഷവും അവരുടെ ഹൃദയത്തിൽ നിന്ന് അടർന്നു വീണുകൊണ്ടിരിക്കുകയാണ്, കുതിർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ വെള്ളത്തിന്റെ കുത്തൊഴുക്കുണ്ടാകുമ്പോൾ ഇതിന്റെ കര ഇടിഞ്ഞ് ഈ ചാലിന്റെ വീതി കൂടുന്നത് പോലെ ഇവരുടെ ഹൃദയത്തിൽ ഈമാൻ എന്ന കെട്ടിടം അതവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ആ കെട്ടിടം ഉറപ്പിച്ച് നിർത്താനും സാധിക്കുന്നില്ല. അവർക്ക് സംശയം എന്ന് പറയുന്ന കുത്തൊഴുക്ക് അത് ഓരോ സെക്കൻഡുകളിലും അവരുടെ ഈമാൻ എന്ന കെട്ടിടത്തിന്റെ ഭദ്രത തകർത്തുകൊണ്ടിരിക്കുന്നു. ഓരോ നിമിഷത്തിലും അവർ വിശ്വാസത്തിന്റെ വിശുദ്ധിയിൽ നിന്ന് ബഹുദൂരം പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതേസമയത്ത് സത്യവിശ്വാസിയുടെ അവസ്ഥ എന്താ? അവൻ നല്ല ഭദ്രമായ ഒരു തറയിലാണ് അവന്റെ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. വിശ്വാസം എന്ന ഈമാൻ എന്ന തറ കെട്ടിടമാണ് നിർമ്മിച്ചിട്ടുള്ളത്. നബിതങ്ങളിലുള്ള അചഞ്ചലമായ വിശ്വാസം എന്ന തറയുടെ പുറത്താണ്. അതുകൊണ്ട് തന്നെ ആ കെട്ടിടത്തിന് ഭദ്രത കൂടുതലാണ്. ആ കെട്ടിടം തകർക്കാൻ സംശയങ്ങളുടെ കുത്തൊഴുക്കുമായി വന്നാൽ ആ കുത്തൊഴുക്കിൽ തകരാതെ പിടിച്ചു നിൽക്കാൻ, ആ കുത്തൊഴുക്കിൽ തകർന്നൊലിച്ചു പോകാതെ പിടിച്ചു നിൽക്കാൻ ഇവന്റെ വിശ്വാസത്തിന്റെ വിശുദ്ധി എന്ന ഈ ഭദ്രമായ കെട്ടിടത്തിന് സാധിക്കും. ഇത് ഉദാഹരണ സഹിതം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതോടൊപ്പം തന്നെ അവരുണ്ടാക്കിയ പള്ളിയുടെ ഗതിയും ഇതുതന്നെയാണ് എന്ന് ഉണർത്തുകയാണ്. അവരുണ്ടാക്കിയ പള്ളിയുടെ ഗതി എല്ലാ സമയത്തും ഇതുപോലെയാണ്. അതാണ് തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ലാ യസാലു ബുന്യാനുഹുമുല്ലദീ ബനൗ, അവർ നിർമ്മിച്ച കെട്ടിടം ആയിക്കൊണ്ടേയിരിക്കും രീബത്തൻ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ ഒരു സംശയം അല്ലെങ്കിൽ ഒരു ആശങ്ക ആയിക്കൊണ്ടേയിരിക്കും. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ നേരത്തെ തബൂക്കിലേക്ക് തങ്ങൾ പോകാൻ നേരത്തെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചല്ലോ. പക്ഷെ നബി തങ്ങൾ യാത്ര കഴിഞ്ഞ് വരട്ടേന്ന് പറഞ്ഞു. സ്വാഭാവികമായും അവരുടെ മനസ്സിൽ ആശങ്ക. എന്താ ആശങ്ക? നബിതങ്ങൾ വരുമ്പോഴേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ ഉള്ളിലിരിപ്പ് നബിതങ്ങൾക്ക് വെളിവാക്കി കൊടുക്കുമോ? അങ്ങനെ വന്നാൽ ഞങ്ങൾ പിടിക്കപ്പെടും. അതല്ല സേഫായി തങ്ങളെത്തി ഉദ്ഘാടനം നടക്കുമോ? ഇത് ആശങ്കയാണല്ലോ. ഒരു സംഘാടകരെ സംബന്ധിച്ചിടത്തോളം ക്ഷണിക്കപ്പെട്ട അതിഥികൾ പരിപാടിയിൽ അറ്റൻഡ് ചെയ്യുന്നതുവരെ, അവർ ഭംഗിയായി വിഷയങ്ങൾ പ്രസന്റ് ചെയ്യുന്നതുവരെ സംഘാടകരുടെ മനസ്സിൽ വല്ലാത്ത ആദിയുണ്ടാകും. എന്നതുപോലെ നബിതങ്ങളെ കൊണ്ട് ഉദ്ഘാടനം നിർവഹിപ്പിച്ചാലേ ഇവരുടെ കുതന്ത്രങ്ങൾ പൂർണ്ണമായി വർക്കൌട്ട് ആവുകയുള്ളൂ. അതുകൊണ്ട് അതിനു മുമ്പ് ഈ കെട്ടിടത്തെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള റിയലായിട്ടുള്ള അതിന്റെ ചിത്രം അത് നബിതങ്ങൾക്ക് അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുമോ എന്ന ആശങ്ക അവരുടെ മനസ്സിലുണ്ടായിരുന്നു. ആ ആശങ്ക അപ്പോൾ മാത്രമല്ല, ഇനി അത് നിലനിന്നുകൊണ്ടേയിരിക്കും. ഇല്ലാൻ തഖത്തഅ ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കഷ്ണം കഷ്ണമായി തീരുന്നതുവരെ, അഥവാ മരിച്ചു പോണവരെ ആശങ്ക നിലനിൽക്കും. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇപ്പൊ വിവരം കിട്ടിയില്ല എന്ന് വെക്കാം. കിട്ടിയില്ലെങ്കിൽ പോലും ആ വിവരം കിട്ടുന്നത് വരെയും അവരുടെ മനസ്സിൽ ഏതു സമയത്തും എന്തുണ്ടാകും? ആശങ്കയുണ്ടാകും. ഞങ്ങൾ പിടിക്കപ്പെടുമോ? എപ്പോഴെങ്കിലും അല്ലാഹു തആല നബി തങ്ങൾക്ക് ഞങ്ങളുടെ ഈ കെട്ടിടത്തിന്റെ ശരിയായ അവസ്ഥ അറിയിച്ചുകൊണ്ട് വഹയിറക്കുമോ എന്ന ബേജാർ അവരുടെ മനസ്സിലുണ്ടാകും. ഓരോരുത്തരും മരണത്തിന് കീഴടങ്ങുന്നത് വരെ. അതാണ് അവരുടെ കെട്ടിടം. അതവർക്കൊരു വലിയ ആശങ്കയായി നിലനിൽക്കുകയാണ്. ആ ആശങ്ക പക്ഷേ കൂടുതൽ കാലം വേണ്ടി വന്നില്ല. അതിനു മുമ്പ് തന്നെ എന്ത് ചെയ്തു? അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയിറിയിച്ചു. വഹയിറിയിച്ചിട്ട് ആ കെട്ടിടം അത് ഫേക്കാണ്, ഒരിക്കലും തന്നെ അതിന്റെ ഒറിജിനാലിറ്റി ഇല്ല പള്ളിയുടെ എന്ന് അല്ലാഹു തആല അറിയിച്ചു. അത് പൊളിച്ചു കളഞ്ഞു മഹാന്മാരായ സഹാബികൾ. വല്ലാഹു അലീമുൻ ഹക്കീം. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളുടെ മനസ്സറിയുന്നവനും ആ യുക്തിയുക്തം പ്രവർത്തിക്കുന്നവനുമാകുന്നു എന്ന് അല്ലാഹു പറഞ്ഞു. എന്നിട്ട് പടച്ചോൻ പറഞ്ഞതാണ്, ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീൻ, നിശ്ചയം സത്യവിശ്വാസികൾ അല്ലാഹു തആല വാങ്ങിയിരിക്കുന്നു. അൻഫുസഹും, അവരുടെ ശരീരങ്ങളെ, വഅംവാലഹും, അവരുടെ സമ്പത്തുക്കളെയും വാങ്ങിയിരിക്കുന്നു. ബിഅന്ന ലഹുമുൽ ജന്ന, അവർക്ക് സ്വർഗം പകരം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം വില കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ സമ്പത്തും ശരീരവും അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്ക് വാങ്ങി. വിലക്ക് വാങ്ങിയതിന്റെ അർത്ഥം അവര് അള്ളാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി ഏതറ്റം വരെയും ത്യാഗം ചെയ്യാൻ തയ്യാറാവും. ആ ത്യാഗമാണ് അവർ യുദ്ധത്തിൽ സംബന്ധിക്കുക എന്നത്. അതാണ് തുടർന്ന് അല്ലാഹു തആല യുഖാതിലൂന ഫീ സബീലില്ലാഹ്, അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യും. അങ്ങനെ ഫയഖ്തുലൂൻ, അവർ ധർമ്മത്തിന്റെ എതിരാളികളെ, അധർമ്മകാരികളെ അവർ കൊന്നുകളയും. വയുഖ്തലൂൻ, അധർമ്മകാരികളാൽ അവർ കൊല്ലപ്പെടുകയും ചെയ്യും. അപ്പൊ വിശ്വാസി അവന്റെ സമ്പത്ത് ചെലവാക്കിയിട്ട് യുദ്ധത്തിന് പോകുന്നു. സമ്പത്ത് ചെലവാക്കി യുദ്ധത്തിൽ ആവശ്യമായിട്ടുള്ള ആയുധങ്ങൾ വാങ്ങുന്നു. അവന്റെ ശരീരം തന്നെ അള്ളാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി ബലിയർപ്പിക്കാൻ തയ്യാറായിക്കൊണ്ട് യുദ്ധക്കളത്തിലേക്ക് വരുന്നു, ശത്രുവിന്റെ മുന്നിലേക്ക് വരുന്നു. സ്വാഭാവികമായും ശത്രുക്കളുമായി മുഖാമുഖം കണ്ടുമുട്ടുന്നു.
ശക്തമായ പോരാട്ടം നടക്കുന്നു. ആ പോരാട്ടത്തിൽ ചിലപ്പോൾ ശത്രു ഈ മുസ്ലിമായ മനുഷ്യനെ കൊന്നുകളയുന്നു, അല്ലെങ്കിൽ ശത്രുവിനെ കൊല്ലാൻ ഈ വിശ്വാസിക്ക് അല്ലാഹു തആല അവസരം നൽകുന്നു. ചിലപ്പോൾ ശത്രുക്കളുടെ കൂട്ടത്തിൽ നിന്ന് ചിലരെ കൊല്ലുകയും വേറെ ചില ശത്രുക്കൾ ഇദ്ദേഹത്തെ ഇങ്ങോട്ട് കൊല ചെയ്യുകയും ചെയ്യുന്ന ആ അവസ്ഥയും ഉണ്ടാകാം. അവർ കൊല്ലലും അതേപോലെ തന്നെ കൊല്ലപ്പെടലും. പക്ഷേ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇവർ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് നടത്തുന്നത്. ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള സായുധ പോരാട്ടമാണ് വാസ്തവത്തിൽ എന്ത്? ഖിതാൽ. ആ പോരാട്ടം അത് ജിഹാദ് എന്ന് പറയുന്ന പദവും അതുമായി ബന്ധപ്പെടുത്തി ചില ഘട്ടങ്ങളിൽ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ജിഹാദ് എന്നത് അതിനു മാത്രം, ആയുധ പ്രയോഗത്തിന് മാത്രമല്ല ഉപയോഗിക്കുന്നത്. മറിച്ച് ഒരു സദുദ്ദേശം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും ജിഹാദിന്റെ പരിധിയിൽ വരുന്നതാണ്. ഇപ്പൊ നമുക്കറിയാമല്ലോ, ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സഹാബി വന്നിട്ട്, നബിയെ, ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധത്തിന് തങ്ങൾ പുറപ്പെടുന്നുണ്ടല്ലോ, ആ സംഘത്തിൽ ഞാനും കൂടട്ടെ എന്ന്. അപ്പൊ അദ്ദേഹത്തോട് നബി തങ്ങൾ ചോദിച്ചു, ഹയ്യുൻ വാലിദാക്ക്, നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ആ സഹാബിക്ക് വാസ്തവത്തിൽ ഉമ്മയെ സംരക്ഷിക്കേണ്ട പ്രഥമ കടമ അവിടെ ഉണ്ടെന്ന് തങ്ങൾക്കറിയാം. അതുകൊണ്ട് തങ്ങൾ ചോദിച്ചു, നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹിന്റെ മറുപടി, ഫഫി ഉമ്മിക ഫജാഹിദ്, എന്നാൽ നീ ജിഹാദ് നടത്തേണ്ടത് നിന്റെ ഉമ്മാന്റെ വിഷയത്തിലാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ചില പാതിരിമാരൊക്കെ ഈ ജിഹാദ് പറഞ്ഞ പദത്തെ തെറ്റിദ്ധരിച്ച് എന്തൊക്കെയോ അബദ്ധങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് പല തോന്നിയാസവും പറയണത് നമ്മൾ കേട്ടു, അല്ലേ? അപ്പൊ ആ അർത്ഥത്തില് ഫഫി ഉമ്മിക ഫജാഹിദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ ഉമ്മാന്റെ വിഷയത്തിൽ നിങ്ങൾ ജിഹാദ് നടത്തണം. അതിന്റെ അർത്ഥം എന്താ? ഉമ്മാക്ക് മയക്കുമരുന്ന് കൊടുക്കണമെന്നാ? അല്ലെങ്കിൽ ഉമ്മാനെ കൊന്നുകളയണമെന്നാ? അല്ല, ഉമ്മാക്ക് ആവശ്യമായ ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കണം. ഉമ്മാക്ക് ഈ വാർദ്ധക്യ സഹജമായ സമയത്ത് മകന്റെ നല്ല കെയറും ശ്രദ്ധയും കിട്ടണം. ആ പ്രവർത്തനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ചത് ജിഹാദ് എന്ന പദം ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അറബി ഭാഷ പരിചയമില്ലാത്ത ആളുകൾ ദയവ് ചെയ്ത് ഈ ഭാഷയെ വ്യഭിചരിക്കരുത് എന്നാണ് അത്തരം പാതിരിമാരുൾപ്പെടെയുള്ള ആളുകളോട് നമുക്ക് വിനീതമായിട്ട് പറയാനുള്ളത്. മനസ്സിലായോ? ഈ ജിഹാദ് എന്ന പദം കേൾക്കുമ്പോഴേക്ക് വല്ലാതെ ഹാലളകണ ചില സാധുക്കളുണ്ട്. ആ സാധുക്കളൊക്കെ മനസ്സിലാക്കേണ്ടതാണ്, ജിഹാദ് എന്ന പദം അതൊരു വിശുദ്ധമായിട്ടുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളെ മാത്രം അഡ്രസ് ചെയ്യുന്നൊരു പദമാണ്. അതൊരിക്കലും തന്നെ ഉഡായിപ്പിനും അതേപോലെ തന്നെ കുഴപ്പങ്ങൾക്കും അതുപോലെ തന്നെ താൽക്കാലികമായ സന്തോഷങ്ങൾക്കും വേണ്ടി നടത്തുന്ന അധർമ്മ പ്രവർത്തനങ്ങളുമായി കൂട്ടിക്കെട്ടുന്നത് അത് ആ വാക്കിനെ വ്യഭിചരിക്കലാണ് എന്ന് പറയാൻ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. മനസ്സിലായോ? അപ്പോ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവരുടെ ശരീരം അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ബലി കഴിക്കാൻ തയ്യാറാകുന്നു. അവരുടെ സമ്പത്തും അതിനുവേണ്ടി ചെലവാക്കാൻ അവർ തയ്യാറാകുന്നു. അങ്ങനെ ധർമ്മ സംസ്ഥാപനത്തിനു വേണ്ടി അവർ ശത്രുക്കളുമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാട്ടം നടത്തുന്നു. ആ പോരാട്ടത്തിൽ ചിലപ്പോൾ അക്രമകാരികൾ ഈ ധർമ്മ പോരാളികളെ കൊന്നുകളയുന്നു, ചിലപ്പോൾ ധർമ്മ പോരാളികൾ അക്രമകാരികളെ തിരിച്ചും കൊല്ലുന്നു. ഇതെല്ലാം നടത്തുമ്പോൾ അതിന്റെ ഒക്കെ പേരിൽ ഈ വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം പ്രതിഫലം നൽകാമെന്ന് ഏറ്റിരിക്കുകയാണ്. ആ ഏറ്റത് വഅദൻ അലൈഹി, പടച്ചതമ്പുരാനിൽ നിന്നുള്ളൊരു വാഗ്ദാനമായി അവൻ നൽകിയിരിക്കുകയാണ്. ഹഖാ, സത്യമായും ഒരു വാഗ്ദാനമായി അള്ളാഹു നൽകിയിരിക്കുകയാണ്. ഫി തൗറാത്തി വൽ ഇൻജീലി വൽ ഖുർആൻ, തൗറാത്തിലും ഇൻജീലിലും ഖുർആനിലും അള്ളാഹു ഇത് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ധർമ്മസമരം എന്ന് പറയുന്നത് എല്ലാ മതത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുള്ളതാണ്, പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഞങ്ങൾ ഇൻജീൽ അംഗീകരിക്കുന്ന ആൾക്കാരെന്ന് പറയുന്ന ആളുകൾക്കും ജിഹാദ് എന്ന സംഗതിയിൽ ഒഴിഞ്ഞു നിൽക്കാനൊന്നും പറ്റൂല. അതുകൊണ്ട് ദയവ് ഇത് പറയിപ്പിക്കരുത് എന്നാണ് അത്തരക്കാരോടൊക്കെ നമുക്ക് പറയാനുള്ളത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വമൻ ഔഫാ ബിഅഹദിഹി മിനല്ലാഹ്, തന്റെ കരാറ് പാലിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹിനേക്കാളും കരാറ് പാലിക്കുന്നവൻ ആരാളുള്ളത്? അതായത് ഇങ്ങനൊരു കരാർ അള്ളാഹ് ഉണ്ടാക്കിയാൽ ആ കരാർ അല്ലാഹു തആല ഡെഫിനറ്റ്ലി പാലിച്ചിരിക്കും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമായും നടപ്പാക്കിയിരിക്കും. ഉറപ്പാണ് ആ കാര്യം എന്ന്. അപ്പൊ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ധർമ്മസമരത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് സ്വർഗം കൊടുക്കാമെന്ന് പടച്ചവൻ വാഗ്ദാനം ചെയ്താൽ ആ വാഗ്ദാനം പുലരുക തന്നെ ചെയ്യും. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, ഫസ്തബ്ശിറൂ ബിബൈഇകുമുല്ലദീ ബായഅതും ബി, നിങ്ങൾ കച്ചവടം നടത്തിയിട്ടുള്ള കച്ചവടം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക. നിങ്ങൾ നടത്തിയ കച്ചവടം പടച്ചവനോടാണ്, അള്ളാഹിനോട് നടത്തിയ ആ കച്ചവടത്തിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നുവെന്ന്. വദാലിക ഹുവൽ ഫൗസുൽ അളീം, ഇത് മഹത്തായ വിജയമാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിലേക്ക് മഹാന്മാരായ സഹാബത്ത് ക്ഷണിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി അഖബയുടെ അടുത്ത് വെച്ചിട്ട് അവർ രാത്രിയിൽ ഹജ്ജ് വേളയിൽ രാത്രി സമയത്ത് നബി തങ്ങളുമായി സന്ധിച്ചു. എന്നിട്ട് അവർ രണ്ടു കൂട്ടരും തമ്മിൽ ചർച്ചകൾ നടക്കുകയാണ് മദീനത്തേക്ക് തങ്ങൾ വരുന്നതിന് മുമ്പ്. അപ്പൊ മദീനത്തുനിന്ന് വന്ന 70ഓളം ആളുകൾ ആ കൂട്ടത്തുനിന്ന് അബ്ദുല്ലാഹി ഇബ്നു റവാഹ തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ദൂതരെ, ഇസ്തരിത്തിൽ റബ്ബിക വലി നഫ്സിക മാ ശിഅത, തങ്ങൾക്കും തങ്ങളുടെ നാഥനും വേണ്ടി തങ്ങൾ ഉദ്ദേശിക്കുന്ന ഡിമാൻഡ് എന്താണെങ്കിലും വെച്ചോളൂ, മദീനത്തേക്ക് വരാൻ. മദീനത്തേക്ക് തങ്ങൾ വരണം, തങ്ങളെ കൂടുള്ളവരും വരണം. അതിന് തങ്ങൾക്ക് എന്ത് ഡിമാൻഡാ പറയാനുള്ളതെങ്കിൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്തരിത്തുൽ റബ്ബി അസ്സ വജല്ല, അള്ളാഹുവിന് വേണ്ടി ഞാൻ നിങ്ങളോട് വെക്കുന്ന ഡിമാൻഡ് തഅബുദൂഹു വലാ തുശ്രികൂ ബിഹി ഷൈആ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം, ശിർക്ക് ചെയ്യരുത് എന്നാണ്. വഅസ്തരിതു ലി നഫ്സി, എനിക്ക് വേണ്ടി ഞാനിതാ കരാറുണ്ടാക്കുന്നു. എന്താണ് ഞാൻ ഉണ്ടാക്കുന്ന കരാറ്? അൻ തംനഊനി മിമ്മാ തംനഊന മിൻഹു അൻഫുസകും വഅംവാലകും, നിങ്ങളുടെ സമ്പത്തും അതേപോലെ നിങ്ങളുടെ ശരീരങ്ങളെയും നിങ്ങൾ ഏതൊക്കെ ശത്രുക്കളിനെ ഏതൊക്കെ വിധത്തിൽ പ്രതിരോധിക്കുമോ അതേപോലെ നിങ്ങൾ എന്നെയും പ്രതിരോധിക്കണം, എനിക്ക് വേണ്ടിയും നിങ്ങൾ ഇടപെടണമെന്ന് ഞാൻ പറയുന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു റവാഹ തങ്ങൾ ചോദിച്ചു, ഫൈദാ ഫഅൽനാ ദാലിക ഫമാലനാ, നബിയെ, ഞങ്ങൾ ഇതൊക്കെ നടപ്പാക്കിയാൽ ഞങ്ങൾക്കെന്താ നേട്ടം, ഞങ്ങൾക്കെന്ത് ലഭിക്കും? ഖാല, മുത്തനബി പറഞ്ഞു, അൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗം ലഭിക്കുമെന്ന് പറഞ്ഞു. ഖാലു, അബ്ദുല്ലാഹി ഇബ്നു റവാഹ തങ്ങൾ അടക്കം അവിടെ കൂടിയ മുഴുവൻ മദീനക്കാരായ അൻസാരികളും പറഞ്ഞു, റബി അൽ ബൈഅ്, കച്ചവടം ലാഭകരമായിരിക്കുന്നു, ലാ നഖീലു വലാ നസ്തഖീൽ, ഈ കച്ചവടത്തിൽ നിന്ന് ഞങ്ങൾ ഒഴിഞ്ഞു നിൽക്കുകയോ ഇത് ഞങ്ങൾ ഒരിക്കലും തന്നെ പൊളിച്ചു കളയുകയോ ചെയ്യില്ല. അപ്പൊ അതിനെ അംഗീകരിച്ചുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന, സത്യവിശ്വാസികൾ അല്ലാഹു തആല വാങ്ങിയിരിക്കുന്നു, അൻഫുസഹും വഅംവാലഹും, അവരുടെ സമ്പത്തുക്കളെയും ശരീരങ്ങളെയും, ബിഅന്ന ലഹുമുൽ ജന്ന, അവർക്ക് സ്വർഗം പകരം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട്. അതൊരു വല്ലാത്ത കച്ചവടമാണ്. എല്ലാ വിശ്വാസികളും അவ்விധത്തിൽ തന്നെയാണ് അവരുടെ ജീവിതം ക്രമീകരിക്കേണ്ടത്. ഈ ആയത്തിന്റെ അവസാനത്തിൽ നമുക്ക് കാണാം, മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ബഗവി തങ്ങൾ ഉദ്ധരിക്കുന്നു, ഇസ്മഉ ഇലാ ബൈഅത്തിൻ റബീഹ, ഒരു ലാഭകരമായ കച്ചവടത്തെക്കുറിച്ച് നിങ്ങൾ കേൾക്കുക. ബായ അല്ലാഹു ബിഹാ കുല്ല മുഅ്മിൻ, ആ കച്ചവടം കൊണ്ട് അല്ലാഹു എല്ലാ വിശ്വാസികളോടും കച്ചവടം നടത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അതോടൊപ്പം തന്നെ മഹാൻ പറഞ്ഞു, ഇന്നല്ലാഹ അഅതാക ദുനിയാ, അല്ലാഹു നിങ്ങൾക്ക് ദുനിയാവ് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഫസ്തരിൽ ജന്നത ബിബഅലിഹ, ആ ദുനിയാവിൽ നിന്ന് അല്പം ചെലവാക്കിക്കൊണ്ട് സ്വർഗം വാങ്ങാൻ തയ്യാറാകണം. അപ്പൊ നന്മയുടേതായിട്ടുള്ള വഴികളിൽ മുഴുവനും നമ്മൾ സജീവത പുലർത്തണം. അത് നമുക്ക് സ്വർഗം നേടിത്തരുന്ന പ്രധാനപ്പെട്ട സംഭവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിന് ഭാഗ്യം നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു